ഹായ് പാർട്ട്നേഴ്സ്, എന്താണ് ടോക്കണൈസേഷൻ എന്ന് പറഞ്ഞാൽ? ക്രെഡിറ്റ് കാർഡുകളും ഡെബിറ്റ് കാർഡുകളും ഉപയോഗിച്ച് സാധനങ്ങളും സേവനങ്ങളും വാങ്ങി പണം നൽകുമ്പോൾ ഏതൊരു കാർഡുടമയും ഭയക്കുന്നതാണ് വിവരമോഷണം എന്ന് പറയുന്നത്. കാർഡിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതോ ഡിജിറ്റലായി അടിച്ചു ചേർക്കപ്പെടുന്നതോ ആയ വിവരങ്ങൾ അവരറിയാതെ തന്നെ കച്ചവടക്കാരുടേത് ഉൾപ്പെടെയുള്ള കമ്പ്യൂട്ടറുകളിലും വിവരശേഖരങ്ങളിലും ചേർക്കപ്പെടുന്നു. ഇടപാടുകൾ നടക്കുമ്പോൾ മാത്രമല്ല, പിന്നീടും ഈ വിവരങ്ങൾ മോഷ്ടിക്കപ്പെടാനും ദുരുപയോഗം ചെയ്യാനുമുള്ള സാധ്യതയാണ് ഈ ഭയത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. നേരിട്ട് കാർഡ് ഉപയോഗിച്ച് നടത്തുന്ന ഇടപാടുകളിലും ഓൺലൈൻ ഇടപാടുകളിലും വിവരമോഷണ സാധ്യത നിലനിൽക്കുന്നുണ്ട്. കാർഡ് ഉപയോഗത്തിൽ ഇടപാടുകാർക്ക് സംരക്ഷണം നൽകുന്നതിനായി ഏർപ്പെടുത്തിയ ഏറ്റവും പുതിയ സുരക്ഷാ സംവിധാനമാണ് ടോക്കണൈസേഷൻ എന്ന് പറയുന്നത്. ഇന്ത്യയിലാണ് ഇത് ആദ്യം നടപ്പിലാക്കപ്പെടുന്നത്. കാർഡ് ഉടമകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ കാർഡിൻ്റെ സവിശേഷ വിവരങ്ങൾ കച്ചവട സ്ഥാപനങ്ങളുടെ വിവരശേഖരത്തിൽ നിന്ന് രേഖപ്പെടുത്തി വെക്കാനാകില്ലെന്ന് ലോകത്താദ്യമായി നിയമം കൊണ്ടുവന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. 16 അക്കങ്ങളുള്ള കാർഡ് നമ്പറുകൾ, CVV നമ്പറുകൾ, കാർഡിൻ്റെ കാലാവധി, തീയതി തുടങ്ങിയ വിവരങ്ങൾ കാർഡുടമയുടെ സമ്മതത്തോടെയോ അല്ലാതെയോ കച്ചവട സ്ഥാപനങ്ങൾ ശേഖരിക്കുന്നതും സൂക്ഷിച്ചു വെക്കുന്നതും നിരോധിച്ചിരിക്കുന്നു. കാർഡുടമക്കും കാർഡ് കൊടുക്കുന്ന ബാങ്കുകൾക്കും വിസ, റൂപേ തുടങ്ങിയ കാർഡ് ശൃംഖലകൾക്കും മാത്രമേ ഇത്തരം നിർണായക വിവരങ്ങൾ സൂക്ഷിക്കാനും ഉപയോഗപ്പെടുത്താനും അനുവാദമുള്ളൂ. സാധാരണ നിലനിന്നിരുന്ന രീതിയിൽ കാർഡിലെ പ്രധാന വിവരങ്ങൾ കച്ചവട സ്ഥാപനത്തിലെ സ്വൈപ്പിംഗ് മെഷീനിലോ വെബ്സൈറ്റുകളിൽ ഓൺലൈനായോ നൽകുമ്പോൾ ആ വിവരങ്ങൾ കാർഡ് നെറ്റ്വർക്ക് വഴി കാർഡ് നൽകിയ ബാങ്കിലേക്ക് അയക്കുന്നു. ബാങ്ക് പണം നൽകാൻ അംഗീകാരം നൽകുകയോ നിരസിക്കുകയോ ചെയ്യുന്ന രീതിയിലാണ് കാർഡുകൾ പ്രവർത്തിക്കുന്നത്. ദുരുപയോഗ സാധ്യതയുള്ള വിവരങ്ങൾ ചുരുങ്ങിയ സ്ഥലങ്ങളിൽ മാത്രം പരിമിതപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായാണ് ഈ നടപടി ടോക്കണൈസേഷനിൽ നടപ്പിലാക്കുന്നത്. ഈ ഒരു ടോക്കണൈസേഷൻ നടപ്പിലാകുമ്പോൾ മൾട്ടിപർപ്പസ് ടോക്കണായ PVC മെറ്റ ഹോൾഡേഴ്സായ നമ്മൾ ഓരോ പാർട്ട്നേഴ്സിനെയും സംബന്ധിച്ച് സിസ്റ്റം എന്താണോ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, ഭാവിയിലെ പണം, ഫ്യൂച്ചർ ഓഫ് മണി, അതുമായി ബന്ധപ്പെട്ട് വളരെ വലിയ രീതിയിലുള്ള ഒരു മാറ്റമാണ് പണവുമായി ബന്ധപ്പെട്ട് ലോകത്താകെ പ്രത്യേകിച്ച് ഇന്ത്യയിൽ വരാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ലഭിച്ച ഈ ഒരു അവസരത്തെ ടോക്കണൈസേഷനിലേക്ക് പോകുമ്പോൾ ഒരു പടി കൂടി മുന്നോട്ട് സഞ്ചരിക്കുന്ന ആളുകളായി നമ്മൾ ഓരോരുത്തരും മാറും എന്ന് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഞാൻ ഷാജി, കണ്ണൂർ.